Hi friends, welcome to PSC and Cooperative Winner. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ജൂനിയർ ക്ലർക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉള്ള 54ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. 53 പാർട്ട് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസൊക്കെ കണ്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 കുറച്ച് സെക്ഷൻസും റൂൾസും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഒരു 1 to 15 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസും സെക്ഷൻസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെമ്പർഷിപ്പ് അതുപോലെ തന്നെ ജനറൽ ബോഡി, ഈ രണ്ട് ഏരിയയിലുള്ള കുറച്ച് റൂൾസും സെക്ഷൻസും ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എക്സാം അല്ല, ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ട ഡേറ്റൊക്കെ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയ് ലാസ്റ്റ് വരെ നമുക്ക് ടൈമുണ്ട്. അപ്പോൾ എല്ലാം നോർമൽ സിറ്റുവേഷനിലേക്ക് ആവും നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 15 വരെയുള്ള റൂൾസും സെക്ഷൻസുമാണ് നമ്മൾ കഴിഞ്ഞ 53ാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന് ശേഷമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസും സെക്ഷൻസുമാണ്. അത് മെമ്പർഷിപ്പ് അതുപോലെ തന്നെ അതിലെ ജനറൽ ബോഡി മീറ്റിങ്സ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അത് പഠിച്ച ശേഷം മാത്രം ഇത് പഠിക്കുക, ഒന്ന് തറവായി പഠിക്കുക, അതിന് ശേഷം മാത്രം അടുത്ത് പഠിക്കുക. അപ്പോൾ സെക്ഷൻ 16 അല്ലേ, സെക്ഷൻ 16 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സെക്ഷൻ 16 ഡീൽസ് വിത്ത് പേഴ്സൺസ് ഹു മേ ബിക്കം മെമ്പേഴ്സ്. ആർക്കൊക്കെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആവാം എന്നുള്ളതാണ് സെക്ഷൻ 16 ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കൊക്കെ ഒരു സൊസൈറ്റിയിലെ മെമ്പർ ആവാം? ആൻ ഇൻഡിവിജ്വൽ, എനി അതർ സൊസൈറ്റി, എ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ദ ഗവൺമെൻറ്, എ ബോഡി ഓഫ് പേഴ്സൺസ് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ്. ഇത്രയും പേർക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാം. പിന്നെ അതിൻ്റെ കണ്ടീഷൻസും അങ്ങനെയൊക്കെ വരുന്നുണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സെക്ഷൻ 16 പേഴ്സൺസ് ഹു മേ ബിക്കം മെമ്പേഴ്സ്. നെക്സ്റ്റ് ആണ് റൂൾ 16A. ഇത് എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണം, അതുകൊണ്ട് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഐഡൻറ്റിറ്റി കാർഡാണ് 16A, ഐഡൻറ്റിറ്റി കാർഡ്. സെക്ഷനല്ല, റൂൾ 16A ഐഡൻറ്റിറ്റി കാർഡ്. എന്താ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൺക്ലൂസീവ് എവിഡൻസ് ടു പ്രൂവ് ദ ഹിസ് മെമ്പർഷിപ്പ് ഇൻ ദ സൊസൈറ്റി. മെമ്പർഷിപ്പ് പ്രൂവ് ചെയ്യണ ഒരു എവിഡൻസ് ആണ് എന്ത്, ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് നമുക്ക് കിട്ടണമെങ്കിൽ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കണം. അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കിത് പഠിക്കാം. റൂൾ 16A ഐഡൻറ്റിറ്റി കാർഡ്. സെക്ഷൻ 16 ആർക്കൊക്കെ ഒരു സൊസൈറ്റിയിൽ മെമ്പർ ആവാം. നെക്സ്റ്റ് ആണ് സെക്ഷൻ 17. സെക്ഷൻ 17 ആണ് എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, സെക്ഷൻ 17 അതുപോലെ തന്നെ റൂൾ 18 രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 17, 18 അല്ലേ, അങ്ങനെ പഠിച്ചേക്കുക. 17 ഫസ്റ്റ് സെക്ഷനാണല്ലോ വരിക. 17, 18 എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സ് അങ്ങനെ പഠിച്ചാൽ മതി. എക്സ്പൾഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യുക അല്ലെങ്കിൽ പുറത്താക്കുക, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് പുറത്താക്കണതാണ് എക്സ്പെൽഷൻ എന്ന് പറയും. അപ്പോൾ സൊസൈറ്റീൻ്റെ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെമ്പറിനെ പുറത്താക്കും. അതുപോലെ തന്നെ അങ്ങനെ പുറത്താക്കണമെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് 2/3 മെജോറിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്താക്കാൻ പറ്റുള്ളൂ. കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് 17, 18. നെക്സ്റ്റ് ആണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. സെക്ഷൻ 18 റൂൾ 18 എന്തായിരുന്നു? എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. സെക്ഷൻ 18 എന്താണ്? നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. ഇതും എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന സെക്ഷനാണ്. സെക്ഷൻ 18 ഡീൽസ് വിത്ത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. ആ പേര് തന്നെ ഉണ്ടല്ലേ, നോമിനൽ. അതായത് ഒരു നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ മെമ്പറിനുള്ള റൈറ്റ്സും ഡ്യൂട്ടീസും ലാബിലിറ്റീസും ഒന്നും നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിന് ഉണ്ടായിരിക്കില്ല. ഓക്കെ, വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കില്ല, അതുപോലെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള മെമ്പേഴ്സാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത്. നോമിനൽ മെമ്പർ വിൽ നോട്ട് ഹാവ് ഓൾ ദ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് ഓഫ് എ ഫുൾ ഫ്ലഡ്ജ്ഡ് മെമ്പർ. ഓക്കെ, നെക്സ്റ്റ് റൂൾ 19 ജസ്റ്റ് നോട്ട് ചെയ്യുക. റൂൾ 19 ഡീൽസ് വിത്ത് വോട്ടിംഗ് ആണ്.
റൂൾ 19 വോട്ടിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് റൂൾ 19 ഡീൽ ചെയ്യുന്നത്. ദെൻ സെക്ഷൻ 20 വോട്ട് ഓഫ് മെമ്പേഴ്സ്. വോട്ട് ഓഫ് മെമ്പേഴ്സാണ് സെക്ഷൻ 20 ഡീൽ ചെയ്യുന്നത്. എല്ലാ ആക്റ്റീവ് മെമ്പേഴ്സിനും എന്തുണ്ട്, വോട്ടുണ്ട്. നോമിനൽ അല്ലാത്ത മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. എങ്ങനെയാണ് വോട്ടിംഗ് പ്രിൻസിപ്പിൾ? 1 man 1 vote സിസ്റ്റമാണ് അല്ലേ. അപ്പോൾ ഇത്രയാണ് നോമിനൽ ഓർ അസോസിയേറ്റ് നമ്പർ 18 സെക്ഷൻ 18 റൂൾ 19 വോട്ടിംഗ്, സെക്ഷൻ 20 വോട്ട് ഓഫ് മെമ്പേഴ്സ്. ഇത്രയാണ് മെമ്പേഴ്സിൻ്റെ കേസിൽ പഠിക്കാനുള്ള സെക്ഷൻസ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 16 ഒരു 15 കഴിഞ്ഞൊരു നെക്സ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ഓർത്താൽ മതില്ലേ. 15 കഴിഞ്ഞാൽ 16 എന്നുള്ളതൊരു നെക്സ്റ്റ് ഒരു സ്റ്റേജാണ്. അപ്പോൾ അതിന് സെക്ഷൻ 16 പേഴ്സൺസ് ഹൂ മേ ബിക്കം മെമ്പേഴ്സ്. ദെൻ 16A റൂൾ 16A ഐഡൻറ്റിറ്റി കാർഡ്. സെക്ഷൻ 17 റൂൾ 18 എന്തായിരുന്നു, എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. പിന്നെ സെക്ഷൻ 18 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. റൂൾ 19 വോട്ടിംഗ്. സെക്ഷൻ 20 വോട്ടിംഗ്, വോട്ട് ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ശരിക്കും പഠിക്കുക. നെക്സ്റ്റ് ജനറൽ ബോഡി ആൻഡ് ദെയർ സെക്ഷൻസ് ആൻഡ് റൂൾസ്. ഒരുപാട് ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതിൻ്റെ സെക്ഷൻസും റൂൾസും പഠിക്കാം. ഓക്കെ, ഇതൊക്കെ ഒരൊറ്റ പേജിൽ ഉൾക്കൊള്ളിച്ച് എന്താണെന്ന് വെച്ചാൽ കോഡൊന്നുമില്ല എങ്കിലും പഠിക്കാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഓർഡറിൽ പഠിക്കുക. ഫസ്റ്റ് ജനറൽ ബോഡി, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി, ആനുവൽ ജനറൽ ബോഡി, സ്പെഷ്യൽ ജനറൽ ബോഡി, ലാസ്റ്റ് ജനറൽ ബോഡി. ഇത്ര ജനറൽ ബോഡിയാണുള്ളത്. ഫസ്റ്റ് ലാസ്റ്റും എന്തായാലും അറിയണ്ടാവും. പിന്നെ വരുന്ന റെപ്രസെൻറ്റേറ്റീവാണ്, ദെൻ ആനുവൽ, ദെൻ സ്പെഷ്യൽ, ദെൻ ലാസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ജനറൽ ബോഡി റൂൾ 8. ഫസ്റ്റിനും ലാസ്റ്റിനും റൂള് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഫസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡി, റൂൾ 69 ലാസ്റ്റ് ജനറൽ ബോഡി. ഓക്കെ, റൂൾ 8 ഫസ്റ്റും റൂൾ 69 ലാസ്റ്റ് ജനറൽ ബോഡി. അങ്ങനെ ആദ്യം പഠിച്ച് വയ്ക്കുക. റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡി, റൂൾ 69 ലാസ്റ്റ് ജനറൽ ബോഡി. നെക്സ്റ്റ് ഇനി റെപ്രസെൻറ്റേറ്റീവ്, ആനുവൽ, സ്പെഷ്യൽ. RAS അല്ലേ, റാസ്. അങ്ങനെ എന്തെങ്കിലും കോഡ് വെച്ച് പഠിക്കുക. RAS റാസ്. ദെൻ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ടാണ്. അപ്പോൾ അവിടെ സെക്ഷൻ 27, 29, 30. അവിടെ 28 ഇല്ല, 28 പിന്നീട് പറയാം. മാനേജിങ് കമ്മിറ്റിയാണ്, പിന്നീട് പറയാം. സെക്ഷൻ 27, 29, 30. 28 ഇല്ല എന്നുള്ളത് ഓർമ്മ വേണം. 28 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്, അത് പിന്നീട് പറയാം. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി സെക്ഷൻ 27 റൂൾ 34. ഓക്കെ, റൂൾ 34 സെക്ഷൻ 27 ആണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. ആനുവൽ ജനറൽ ബോഡി സെക്ഷൻ 29. സ്പെഷ്യൽ ജനറൽ ബോഡി സെക്ഷൻ 30. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നീട് നോക്കേണ്ടത് ആനുവൽ ജനറൽ ബോഡീൻ്റെ സെക്ഷൻ 29 റൂള് 8A ആണ്. അത് ഓർത്ത് വയ്ക്കുക. ആനുവൽ ജനറൽ ബോഡീൻ്റെ സെക്ഷൻ 29 റൂള് 8A. റൂള് 8A. ഓക്കെ, ഫസ്റ്റ് ലാസ്റ്റ് റൂള് മാത്രമേ ഉള്ളൂ, 8ഉം 69ഉം. അതുപോലെ തന്നെ നടുവിലുള്ളത് 8A. 8 എന്നുള്ളത് ആനുവൽ ജനറൽ ബോഡീൻ്റെയാണ് റൂൾ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. റെപ്രസെൻറ്റേറ്റീവിൻ്റെയും സ്പെഷ്യലിൻ്റെയും റൂള് 34, റൂള് 36. അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഈ സ്പെഷ്യൽ എന്നുള്ള സ്റ്റാർട്ടിനകത്ത് എസ് എന്നുള്ള അക്ഷരത്തിലാണ്. ഈ എസ് എന്നുള്ളത് 3 ഇമാജിൻ ചെയ്തിട്ട് പഠിക്കാം. നമുക്ക് സെക്ഷൻ 30 കിട്ടും. സ്പെഷ്യലിൻ്റെ എസ് 30. അങ്ങനെ ഓർത്ത് വയ്ക്കുക. 30, 36 അല്ലേ, 27, 34. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി സെക്ഷൻ 27 റൂൾ 34. ആനുവൽ ജനറൽ ബോഡി സെക്ഷൻ 29 റൂള് 8A. സ്പെഷ്യൽ ജനറൽ ബോഡി സെക്ഷൻ 30 റൂള് 36. ഓക്കെ, ഫസ്റ്റ് ജനറൽ ബോഡി റൂൾ 8. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി സെക്ഷൻ 27 റൂൾ 34. ആനുവൽ ജനറൽ ബോഡി സെക്ഷൻ 29 റൂള് 8A. സ്പെഷ്യൽ ജനറൽ ബോഡി സെക്ഷൻ 30 റൂൾ 36. ലാസ്റ്റ് ജനറൽ ബോഡി റൂൾ 69. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി അല്ലെങ്കിൽ ഫൈനൽ അതോറിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും പഠിച്ചു വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു, സെക്ഷൻസ് റൂളൊക്കെ വന്നിരുന്നു. അപ്പോൾ
കറക്റ്റ് നമുക്ക് പഠിച്ചാൽ മാത്രമേ ഇന്ന് ഏതല്ല അല്ലെങ്കിൽ ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കോപ്പറേഷൻ വേണം. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.